ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. ഫുഡ് ഇല്ലാണ്ട് എന്താ ആഘോഷാലേ? അപ്പോൾ നമ്മുടെ അമ്മ ആനുവൽ മീറ്റിലെ ഡൈനിങ് ഹാളിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്കറിയാം ഇത്തവണത്തെ അമ്മയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് റോയൽ കാറ്ററിങ്സ് ആണ്. കഴിഞ്ഞ വർഷവും റോയൽ കാറ്ററിങ്സ് ആയിരുന്നു. അവർ ഒരുപാട് വർഷമായി ഈ അമ്മയുമായി അസോസിയേറ്റ് ചെയ്ത് നടത്തുന്നു. അവർക്ക് ഈ റോയൽ കാറ്ററിങ്സ് എന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലത്ത് നിന്നുള്ളൊരു കാറ്ററിംഗ് ആണ്. നമുക്കറിയാം അവരെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. അത്രയും നല്ല അടിപൊളി ഫുഡുകൾ സെർവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണാം, നമുക്ക് ഇവിടെ ഈ അമ്മയുടെ ഈ ഒരു ഹാളിൽ വന്നു കഴിഞ്ഞാൽ ഡെസേർട്ട്, അതുപോലെ പലതരം വെറൈറ്റി ഫുഡുകളുണ്ട്, ഐസ്ക്രീമുകൾ, എല്ലാം വെറൈറ്റി ഓഫ് ഫുഡുകളാണ്. നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങാം. നമുക്ക് ഏത് സൈഡിൽ നിന്ന് തുടങ്ങണം എന്ന് കൺഫ്യൂഷൻ ആവും. എന്നാൽ നമുക്ക് ഈ ഒരു ഡെസേർട്ടിൻ്റെ സെക്ഷൻ തുടങ്ങാം. എൻ്റെ ഫ്രണ്ടിൽ കണ്ട് പല വെറൈറ്റീസ് ഓഫ്, സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, പല കളർഫുള്ളുള്ള ഡെസേർട്ടുകളുണ്ട്. ചേട്ടാ, ഇവിടെ ഈ ഡെസേർട്ടുകൾ എന്തൊക്കെ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഡ്രീം കേക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബേക്ക്ഡ് ചീസ് കേക്ക് ഉണ്ട്, പിന്നെ എല്ലാ വർഷത്തെയും സ്പെഷ്യൽ ഇളനീർ റോയൽ മജ്വാസ്, ഇളനീരിൻ്റെ വെള്ളം ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കുന്നത്. പിന്നെ ഫ്രഞ്ച് എക്ലേഴ്സ് ഉണ്ട്, ഫ്രഞ്ച് ലഷേഴ്സ് ഉണ്ട്, പിന്നെ ഷുഗർ ഫ്രീ ഐറ്റംസ് ഉണ്ട്, പിന്നെ കുനാഫ് ഉണ്ട്, അങ്ങനെ പായസ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഒരു കാര്യം ആലോചിക്കണം കേട്ടോ, ഇവിടെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട്. നമുക്ക് ഷുഗർ ഉള്ളവർക്കും ഇവിടെ വന്ന് ഡെസേർട്ട് കഴിക്കാം, അതുകൊണ്ട്. ഓക്കെ, ഇതാണ് ചോക്ലേറ്റ് ഡ്രീം കേക്ക് ഉണ്ട്, ബേക്ക്ഡ് ചീസ് കേക്ക് ഉണ്ട്, ദുൽഷി ടാട്ട്, റോയൽ മജ്വാസ്, വെറൈറ്റി ആയിട്ടുള്ള റോയൽ മജ്വാസ് വെറൈറ്റിയാണ്. നമ്മുടെ മിൽക്ക് ട്രസലച്ചസ് മിൽക്ക് കേക്ക് വെറൈറ്റിയാണ് ഈ വർഷം, ഷുഗർ ഫ്രീ. ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ ധൈര്യത്തോടെ കഴിക്കാം. എല്ലാ പ്രാവശ്യവും അമ്മേനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് റോയൽ കാറ്ററിങ്സ് ആണ്. അതെ അതെ അതായത് ഇപ്പോൾ 2-3 വർഷമായിട്ട് അതെ 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 ഈ വർഷം നമ്മൾ കുറച്ചും കൂടെ ഡെസേർട്ടിലൊക്കെ പുതുമകൾ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിരുന്നു ഈ ഒരു കാറ്ററിംഗ്, അതായത് നല്ല ഫുഡായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. അതെ 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 ഈ വർഷം അതിലും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള സെക്ഷനുകളൊക്കെ എങ്ങനെയാണ് അവിടെ? എല്ലാം തന്നെ നമ്മൾ ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പം കഴിച്ചവരെല്ലാം ഫീഡ്ബാക്കും നല്ലത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പേര് തേജസ്. റോയൽ കാറ്ററിങ്ങിനെ കുറിച്ച് നമുക്കിപ്പം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലായിടത്തും അറിയാവുന്നതാണ്. കേരളത്തിൽ നമ്പർ 1 ആയിട്ട്. അതെ 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 കേരളത്തിൽ നമ്പർ 1 കാറ്ററിംഗ് സർവീസാണ് റോയൽ കാറ്ററിംഗ് ചെയ്യുന്നത്. എല്ലായിടത്തും വളരെ നല്ല അഭിപ്രായം തന്നെയാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ റോയൽ കാറ്റേഴ്സ് തന്നെയാണ് ഹൈ ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഷെഫ് പറഞ്ഞ പോലെ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട്. ഡെസേർട്ട് മാത്രമൊന്നുമല്ല, ഈ സെക്ഷനിൽ ഒരുപാട് ചിക്കൻ ഐറ്റംസ്, നോൺ വെജ് ആയാലും വെജ് ആയാലും. ഈവൻ അവർ ഷുഗർ ഫ്രീ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അവർ അത്രത്തോളം നമ്മുടെ ഷുഗർ ഉള്ളവർക്കും കഴിക്കാം, അങ്ങനത്തെ ഫുഡുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ എൻ്റെ ബാക്കിൽ കാണാൻ കുറേ ആക്ടേഴ്സൊക്കെ ഫുഡ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. ചേട്ടാ, നമസ്കാരം. നമസ്കാരം. റോയൽ ഫുഡല്ലേ? അതെ, എങ്ങനെയുണ്ട്? റോയൽ തന്നെ. റോയലാണ്, അടിപൊളി, എല്ലാം ഗംഭീരം, സൂപ്പർ. ഞാൻ 2-3 ഐറ്റംസ് എടുത്തു. ഒന്ന് മറ്റേ മട്ടൻ ബിരിയാണി എടുത്തു, ദം ബിരിയാണി അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണം ഒരു പൊറോട്ട എടുത്തു, ചിക്കൻ്റെ 1-2 ഐറ്റംസ് എടുത്തു. ഇനി എടുക്കാനിരിക്കുന്നേ ഉള്ളൂ. പേര് സന്തോഷം എന്നാണ്. എന്തായാലും ഗംഭീരം റോയലിൻ്റെ. അതെ 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 എന്തായാലും നല്ല ഫുഡ്, നല്ല. ഇത് ആദ്യത്തെ തവണയല്ലല്ലോ അല്ലേ? കഴിഞ്ഞ തവണയും റോയൽ കാറ്ററിംഗ് നമുക്ക് വളരെ ഇഷ്ടമായതാണ്. ശരിയാണ്, മൂവി വേൾഡ് അല്ലേ? അടിപൊളി. ഇപ്പൊ മൂവി വേൾഡ് ആണ് നമ്മുടെ സ്വന്തം. അവിടെ മൂവി വേൾഡ് ഉണ്ട്, ഉഷാറാക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ ഫുള്ള് സാലഡുകളാണ്. സാലഡിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നാടൻ ഫുഡിൻ്റെ സെക്ഷനിലാണ്. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. നമ്മൾ സ്പെഷ്യൽ ചോറുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ കറി, ഫിഷ് കറി. ഓക്കെ, ഫിഷ് കറി ഉണ്ട്. ഇത് പാൽക്കപ്പയാണ്, ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള പാൽക്കപ്പയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. അപ്പം അതുപോലെ ഇതെന്താണ് നെക്സ്റ്റ്? ബീഫ് കൂർക്ക. ഓക്കെ, പിന്നെ എന്താണ് ഈ ഒരു ഫുഡിനെ പറ്റി റോയൽ കാറ്ററിംഗിൻ്റെ സൈഡിൽ നിന്ന് പറയാൻ? റോയൽ കാറ്ററിംഗിൻ്റെ സർവീസും ഫുഡും അത്രയും ബേസ്ഡായതുകൊണ്ടാണ് അമ്മയുടെ വർക്ക് ഇപ്പോഴും റോയൽ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ
ഒരു മലബാർ ഏരിയ ആ ഒരു ഫുഡ് ഐറ്റംസ് മാത്രമാണോ അതോ വേറെയും കുറേ? മിക്സാണ്. കുറേ ഐറ്റം ഫുഡ്സ് ഉണ്ട്. മെനു ഇഷ്ടംപോലെ മെനു ഉണ്ട്. സെലക്റ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ബിരിയാണിക്കാണെങ്കിൽ ബിരിയാണിക്ക് സെപ്പറേറ്റ് ഒരു കൗണ്ടർ ഉണ്ട്. ബിരിയാണി, ഫിഷ് തവ, ചിക്കൻ തവ, ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ആയിട്ടുണ്ട്. ഇപ്പം പാൽക്കപ്പ എന്ന് പറയും നമുക്കറിയാം, ഒരു ടൈമിൽ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറലായിട്ടുള്ളൊരു ഐറ്റമാണ് ഫുഡിൻ്റെ. അപ്പം പാൽക്കപ്പ ഇതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ ഒരുപാട് പേര് ഇവിടെ ഫുഡ് കഴിക്കുന്നത്. നമുക്ക് അവരോട് അതിൻ്റെ ഒരു റിവ്യൂ ചോദിക്കാം. നിഷ ചേച്ചി, എന്താണ് ഇപ്പം ഫുള്ള് നാടൻ ഐറ്റംസ് ആണോ എടുത്തിരിക്കുന്നത്? വെജാണ്. ഓക്കെ, ഇപ്പം ഇതൊക്കെ വെജാണല്ലേ? എന്താ കഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ? കഴിക്കാൻ പോകണേ ഉള്ളൂ. എന്താണ് പ്രതീക്ഷകൾ റോയൽ കാറ്ററിംഗ്? അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചു, നല്ലതായിരുന്നു. ഇന്ന് ഞാൻ എന്തായാലും കഷ്ടകാലത്തിന് വെജായി പോയി. അന്ന് അല്ല, ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നോൺ വെജ് നല്ലതായിരുന്നു, നല്ല ഫുഡായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴും നല്ലതായിരിക്കുമല്ലോ എന്തായാലും. ഞാൻ ലാസ്റ്റ് ടൈമും പറഞ്ഞിട്ടുണ്ട് നല്ല ഭക്ഷണമാണ്. ലുക്ക് അറ്റ് ദിസ്. ഞാൻ വെജിറ്റേറിയനെ പറ്റി സ്പെഷ്യലി ഞാൻ വെജിറ്റേറിയൻ ആണ്. നല്ല അവിടെ ബിരിയാണി ഉണ്ട്. ഞാനിപ്പോൾ ഫുൾ പക്ഷെ ഇപ്പം ഞാൻ നോൺ വെജ് തുടങ്ങും ഈ റോയൽ കാറ്ററിങ്ങിൻ്റെ കാരണം. ഇങ്ങനെ പോയാൽ നടക്കൂല, കുറച്ചും കൂടി കഴിക്കണം അല്ലേ? നല്ല സ്പ്രെഡാണ്. കഴിക്കാൻ പോവാ. എന്താ അവിടെ സായി ചേട്ടാ, എന്താണ് റോയൽ കാറ്ററിംഗിന്റെ ഫുഡിനെ പറ്റി പറയാനുള്ളത്? നല്ല ഫുഡല്ലേ? ഞാൻ അങ്ങനെ കൂടുതലൊന്നും കഴിച്ചില്ല. ഞാൻ മട്ടൺ ബിരിയാണി എടുത്തത്. അത് അതിൻ്റെ അതുകൊണ്ട് ബോണോട് എടുക്കുമ്പോൾ അത് തന്നെ വീഴുന്നുണ്ട്. അത്ര ടേസ്റ്റ്ഫുള്ളാണ്. രസമായിരുന്നു. ഹാപ്പിയാണ്. നല്ല അതന്നെ പറയാനില്ല. നല്ല സൂപ്പർ മട്ടൺ ബിരിയാണി. അതെ ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അതെ ഞങ്ങൾ ടെൻഡർ കോക്കനട്ടിന്റെ അതിനകത്ത് വേറെ രീതിയിലോട്ട് പോയേനെ. പക്ഷേ ഈ മട്ടൺ നമ്മളെ അതിനകത്ത് പിടിച്ചിട്ട് അപ്പോൾ അതിനകത്ത് വൈകി ആദ്യം തന്നെ വയറ് നിറഞ്ഞു. അതെ മട്ടൺ ബിരിയാണി. നമുക്കിവിടെ ഇനിയും ആളുകളുണ്ട്. ഹലോ, ഹായ്. ഫുഡ് കഴിച്ചു. ഞാൻ മട്ടൺ ബിരിയാണിയാണ് എടുത്തത്. പക്ഷെ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ കൗണ്ടറിൽ മട്ടൺ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ തന്നെ അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ മീറ്റൊക്കെ കറക്റ്റായിട്ട് കുക്കായി ആ ബോണിൽ നിന്ന് തന്നെ വീണു. അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ മണിപ്പിള്ള രാജേട്ടനാണ് സജസ്റ്റ് ചെയ്തത് സൂപ്പർ മട്ടൺ ബിരിയാണി. അപ്പം ഞങ്ങൾ അതിലോട്ട് പോയി ആദ്യം. അടിപൊളിയായിരുന്നു. ഹണി റോസ് ചേച്ചി, എന്താണ് ഫുഡ് കഴിച്ചാ? നന്നായിരുന്നു, നല്ല ടേസ്റ്റിയായിരുന്നു. എന്താ കഴിച്ചത്? ഞാൻ മട്ടൺ ബിരിയാണി. പറഞ്ഞ പോലെ ടേബിൾ ഫുള്ള് മട്ടൺ ബിരിയാണിയാണ്. എന്താണ് റോയൽ കാറ്ററിംഗ് ഇപ്പോൾ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം ഒക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അവരോട് പറയാനുള്ള ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബാക്കി സെലിബ്രിറ്റീസിൻ്റെ കല്യാണങ്ങളായാലും ഒക്കെ അവർ ഭയങ്കര കംപ്ലീറ്റ് ആയിട്ട് വളരെ മനോഹരമായിട്ട് നടത്തും. അപ്പോൾ അവരെ പറ്റി എന്താണ് പറയാനുള്ളത്? അവരെ പറ്റി എന്താ, ഇങ്ങനെ തന്നെ നല്ല ഫുഡ് ഉണ്ടാക്കി തരിക, അത്ര തന്നെ. അവർ പൊളി. അതെ ശരി. ഡെസേർട്സ് ഒന്നും ട്രൈ ചെയ്തില്ലേ? ഞാനത് കഴിച്ചില്ല, ബിരിയാണി മാത്രമേ കഴിച്ചു. ശരി ചേച്ചി, ഞാൻ ചോദിക്കാൻ പറ്റും, ഈ ഫോണിന്റെ കവറാണോ ഇത്? ഓ സീരിയസ്ലി ഇത് കണ്ടില്ലല്ലോ. അതൊന്നും എടുത്ത് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാവോ? ഞാൻ വിചാരിച്ചു ഓക്കെ ഫുഡ് കഴിക്കാം. കറക്റ്റായ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടും അല്ലേ? അല്ലാതെ ജാഗ്രത. എന്താണ് ഫോണിന്റെ കവറിൽ നമ്മൾ ഒരുപാട് ഒരുപാട് തീമുകൾ കണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് സത്യം പറഞ്ഞ ഒരു നൈഫിന്റെ ഇത് വെച്ച് ഞാൻ കണ്ടില്ല. അല്ല, നമ്മൾ പറയില്ലേ, നമ്മളിപ്പോ വോട്ടിങ്ങിന് വരുമല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ വോട്ട് തന്നില്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും ഒരു വല്ലാത്ത ഐഡിയ. ഇത് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച നോ, നോട്ട് അറ്റ് ഓൾ. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ജനറൽ ബോഡിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കവർ നമുക്ക് കാണാൻ സാധിച്ചു ശ്വേത ചേച്ചി കാരണം. ഓക്കെ ശരി.
ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ ഇന്ത്യാസ് #1 ലാംഗ്വേജ് അക്കാഡമി നീതൂസ് അക്കാഡമി.